ചെറുപ്രായത്തിൽ തന്നെ സോറിയാസിസ് ബാധിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവർ ഒരു 26 ഇയേഴ്സിലാണ് എൻ്റെ അടുത്തേക്ക് കൺസൾട്ടേഷനായിട്ട് വരുന്നത്. വിവിധതരം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും സോറിയാസിസ് രോഗത്തിന് അവർക്ക് യാതൊരു ചേഞ്ചസും കണ്ടുവന്നിട്ടില്ല. സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കി നമ്മുടെ സെൽസിനെ, ജോയിൻറ്റ്സ്, നെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടും ഡേ ബൈ ഡേ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോറിയാസിസിൽ സിവിയർ ഇച്ചിങ് ആയിരിക്കും, സ്കെയിലിംഗ് ഉണ്ടായിരിക്കും, അതേപോലെ റെഡ് കളർ പാച്ചസ് ഓർ വൈറ്റ് കളർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോറിയാസിസ് ഉണ്ട്. ഈ കേസ് എന്ന് പറയുന്നത് പ്ലേഗ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കേസായിരുന്നു. അപ്പം ഇവർ വർഷങ്ങളായിട്ട് പലതരം മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എപ്പോഴും മോഡേൺ മെഡിസിനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് നാൾ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ഈ പാച്ചസ് അഗെയിൻ സോറിയാറ്റിക് ലീഷൻസ് ബോഡിയിൽ ഡെവലപ്പ് ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ രോഗത്തെ ജീവിതശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ എങ്ങനെ ഇതിനെ ക്യൂർ ആക്കാം, അതിനെ ക്യൂർ ആക്കിയ ഒരു കേസ് സ്റ്റഡി കൂടിയാണ് ഈ കേസ്. അപ്പോൾ ഇവർക്ക്